കഴിഞ്ഞ രണ്ടാഴ്ചകളായി കേരളത്തിലാകമാനം നടന്നുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് കോലാഹലം പൂർത്തിയായിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 5 വർഷത്തിന് ശേഷം 2020 ശേഷം 2025 പൂർത്തിയാക്കപ്പെട്ടു. പുതിയ ഭരണസമിതികൾ ചട്ടമനുസരിച്ച് ഡിസംബർ മാസം 21 അധികാരത്തിലേൽക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അത്യന്തം വീറും വാശിയും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. ഒരുപക്ഷെ മുൻപൊരിക്കലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വാശിയും ഇത്രയേറെ കോലാഹലവും പ്രചരണവും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകമായ പ്രാധാന്യം എന്ന് പറയുന്നത് 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ്. പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ സൂചനകൾ ആയിരിക്കും എന്നുള്ളതാണ്. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തുന്നതായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായോ സാങ്കേതികമായോ അടിസ്ഥാനമില്ല. അത് വെറും ഒരു ഊഹം മാത്രമാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം വളരെ പ്രകടമായി ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നു എന്നത് എല്ലാവരും പരസ്യമായും രഹസ്യമായും സമ്മതിച്ചു. അത് മറ്റൊന്നുമല്ല, ശക്തമായ ഭരണ വിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി ഫാക്ടർ. കഴിഞ്ഞ 9.25 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരാണ്. അതിന്റെ സഖ്യകക്ഷികൾ ആരൊക്കെയാണെന്നൊന്നും ഇപ്പോൾ വിസ്തരിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ നടുനായകത്വം വഹിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ അനിഷേധ്യ ചോദ്യം ചെയ്യാനാകാത്ത വിധത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമാണ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായതായ അനുഭവങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നിർണായകമായി ഒരു സ്വാധീനം ചെലുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞത്? ഏത് മേഖലയിലാണ് ഇവർക്ക് നേട്ടങ്ങൾ അവകാശപ്പെടാനാവുന്നത്? ഈ തരം ചോദ്യങ്ങൾ പൊതുസമൂഹം, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള ആളുകളും അല്ലാതെ രാഷ്ട്രീയമില്ലാത്തവരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതിനും ഉത്തരം നൽകാൻ കഴിയാതെ ചർച്ചകളെ വഴിമാറ്റി വിടുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ മേഖലയിലെയും ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുറപ്പെടുവിക്കുന്ന പല അവകാശവാദങ്ങളും പൊള്ളയായിട്ടുള്ളതും സത്യവിരുദ്ധവുമാണ്. പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളാകെ കള്ളക്കണക്കുകളാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു. 6 ലക്ഷം കോടി രൂപയ്ക്ക് അധികമാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുകടം. കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ വർധനവ് എത്രയാണ് എന്നുള്ളത് ഇതിനോടകം പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിന്റെ ഖജനാവിൽ 5 പൈസ പോലും നീക്കിയിരിപ്പില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. ജോലി പൂർത്തിയാക്കിയ കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. എന്തിനു പറയട്ടെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭയ കേന്ദ്രമായ സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ മരുന്നില്ല, മരുന്ന് വാങ്ങിക്കാൻ പണമില്ല, മരുന്ന് സപ്ലൈ ചെയ്ത ഏജൻസികൾക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. ആശുപത്രിയിൽ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല. മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം മെഡിക്കൽ കോളേജിലെ ഉന്നതന്മാരായ 2 ഡോക്ടർമാർ ആവശ്യത്തിന് ജീവൻ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും ഇല്ല എന്ന് പരസ്യമായി രംഗത്ത് വന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നതായ ചില ഓർമ്മകൾ. ആരോഗ്യ വകുപ്പ് തകർന്ന തരിപ്പണമായിരിക്കുന്നു. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് ആളുകൾ മരിക്കുന്നു. കേരളത്തിന്റെ അഭിമാനമെന്ന് കൊട്ടിഘോഷിക്കുന്ന
തലസ്ഥാന നഗരിയുടെ പാരമ്പര്യം ഉറങ്ങുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കയറിയാൽ പാവപ്പെട്ട രോഗികൾ കിടക്കുന്നത് കട്ടിലിന്റെ അടിയിലും ശുചിമുറികളുടെ വരാന്തകളിലുമാണ്. എന്തൊരു ഗതികെട്ട ഒരവസ്ഥയാണ്. ഇതുപോലെ ഒരു അവസ്ഥ ഈ ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടെന്ന് തോന്നില്ല. രോഗികൾ കട്ടിലിന്റെ അടിയിൽ തുണി വിരിച്ചു കിടക്കുകയാണ്. അവരുടെ ശരീരത്ത് സൂചികൾ കുത്തിവെച്ചിരിക്കുകയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റുന്നില്ല. ഒരേ കിടക്കയിൽ തലയും കാലും രണ്ട് ദിശകളിൽ വെച്ചുകൊണ്ട് രണ്ട് രോഗികൾ കിടക്കുകയാണ്. ഇതൊന്നും കെട്ടുകഥകളല്ല. ആരോഗ്യ വകുപ്പ് തകർന്ന് തരിപ്പണമായി ആ വകുപ്പ് കുട്ടിച്ചോറാക്കിയിരിക്കുന്ന, യാതൊരു കാര്യശേഷിയും കാര്യപ്രാപ്തിയുമില്ലാത്ത ഒരു ആരോഗ്യമന്ത്രി. എങ്ങനെ ഇരിക്കുന്നു വിദ്യാഭ്യാസ രംഗം? വലിയ പരിഷ്കാരം കൊണ്ടുവരുന്നതിനാണല്ലോ ഒരിക്കലും ഇല്ലാത്ത വിധം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നും പങ്കുവച്ച് രണ്ട് മന്ത്രിമുഖവന്മാരെ അവിടെ ഏൽപ്പിച്ചത്. സർവകലാശാല ഭരണം കുട്ടിച്ചോറായിരിക്കുന്നു, തകർന്ന് തരിപ്പണമായിരിക്കുന്നു. 12 സർവകലാശാലകളിൽ 3.5 വർഷമായി വൈസ് ചാൻസലർമാരില്ല. ഇത്രയും കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ നാടിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന സങ്കടകരമായ അവസ്ഥയുണ്ട്. ഇതിൽ ദുരന്തം അനുഭവിക്കുന്ന ആരാണ്? നിഷ്പക്ഷരായ, നിരാധരായ, നിഷ്കളങ്കരായിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, തൊഴിൽ രംഗം എന്താണ്? തൊഴിലില്ലായ്മ രൂക്ഷമായി വർദ്ധിച്ചിരിക്കുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞ യുവാക്കൾക്ക്, വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല, ജോലി സാഹചര്യങ്ങളില്ല. MBAയും BTechഉം MTechഉം ഒക്കെ പാസ്സായവർ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അതിനോടൊപ്പമാണ് സമാന്തരമായി പിൻവാതിൽ നിയമനം രാഷ്ട്രീയ കക്ഷിയുടെ പിണിയാളുകൾക്കും കുട്ടി സഖാക്കൾക്കും പിൻവാതിലൂടെ നടത്തിക്കൊണ്ട് സർക്കാരിന്റെ പണം ശോഷിച്ച് ചോർത്തിക്കൊണ്ടു പോകുന്നത്. എന്തൊരു അധാർമികമായ ഒരു ഏർപ്പാടാണ് ഈ സർക്കാർ കാണിക്കുന്നത്. സർക്കാരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റിയ ഉന്നതന്മാരായ IAS ഉദ്യോഗസ്ഥന്മാരെ പിണറായി സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടുന്നവരെന്ന ലേബലിൽ വീണ്ടും നിയമിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നികുതിദായകന്റെ പണം ഒഴുക്കുകയാണ്. കിഫ്ബിയുടെ നടത്തിപ്പുകാരനായിരിക്കുന്ന ഒരു റിട്ടയർഡ് ചീഫ് സെക്രട്ടറി പ്രതിമാസം 5 ലക്ഷം രൂപയോളമാണ് പെൻഷൻ ഉപരിയായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർവീസിൽ നിന്ന് പോയ ആളാണ്. IPS ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും നിയമിച്ചിരിക്കുന്നു. ഇവിടെ തൊഴിലില്ലാതെ ചെറുപ്പക്കാർ തെരുവിൽ അലയുകയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാകെ തകർന്നിരിക്കുന്നു. സമയത്ത് പരീക്ഷ നടക്കുന്നില്ല, സമയത്ത് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല, സർവകലാശാലകളുടെ വികസനത്തിന്, ഗവേഷണത്തിന് പണം വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നില്ല. കേന്ദ്രവുമായി മല്ലയുദ്ധത്തിൽപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം പോലും വാങ്ങിച്ചെടുക്കാൻ കഴിയാതെ ആദർശത്തിന്റെ പേരിൽ ആകെ തകർക്കുന്ന ഒരു സംവിധാനമാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, വ്യാവസായിക രംഗത്തിന് തകർച്ച, ക്രമസമാധാന രംഗത്തെ തകർച്ച, ക്രിമിനലായിട്ടുള്ള പോലീസുകാർ കാട്ടുന്നതായിട്ടുള്ള വിക്രിയകൾ, ബലാത്സംഗവും സ്ത്രീ പീഡനവും അക്രമവും കൊലപാതകവും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. എന്നിട്ട് വീമ്പിളക്കുകയാണ് കേരളം നമ്പർ 1. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കിട്ടുന്നതായിട്ടുള്ള പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കനത്ത തിരിച്ചടി LDFന് നേരിടാൻ പോവുകയാണ്. അധികാരികളുടെ ധാർഷ്ട്യവും സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും മഹാസംഗമവും മേളകളും നടത്തി പണം ചോർത്തിക്കളയുന്നതും, എന്തിനു പറയട്ടെ, ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കവർന്നെടുത്ത് മോഷ്ടിച്ച് ചരിത്രം സൃഷ്ടിച്ച ഈ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. അതിന്റെ സൂചനകൾ ലഭിക്കുന്നു. 48 മണിക്കൂറുകൾ കാത്തിരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം ശനിയാഴ്ച പുറത്തു വരുമ്പോൾ ഈ സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങളും അതുപോലെ നടത്തിയതായിട്ടുള്ള കൊള്ളകളും അതിക്രമങ്ങളും ഒക്കെ പുറത്ത് കൂടുതൽ പ്രകടമായി വരും.
അതിനുള്ള മറുപടിയായിരിക്കും കേരള ജനത കൊടുക്കാൻ പോകുന്നത്. വലിയ ഒരു മാറ്റം കേരളത്തിലാകമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭരണത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ, മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ, കോർപ്പറേഷനുകളുടെ കാര്യത്തിലൊക്കെ വലിയ അട്ടിമറി സംഭവിക്കുമെന്നതാണ് ഈ സമയത്ത് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 13-ാം തീയതി ഏതാണ്ട് ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ 3/4 പങ്കും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ എവിടെയായി പലതരത്തിലുള്ള ചെറിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും കാണേണ്ടതുണ്ട്. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ആളുകൾ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശം പോലും കൊടുക്കാൻ കഴിയാതെ അക്രമം കാട്ടിയ, ഗുണ്ടായിസം കാണിച്ച സാഹചര്യങ്ങൾ, ഇതെല്ലാം കാണുന്ന പൊതുസമൂഹമാണ് ഇതിന് ഉത്തരം നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരു വലിയ തിരിച്ചടിയായിരിക്കും പിണറായി സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെ കരുതണം. അതിനുള്ള സൂചനകളാണ് പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക കെടുകാര്യസ്ഥതയും പല മേഖലയിലുള്ള പരാജയവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നതിൻ്റെ നിർണായകമായ ഘടകങ്ങളായി തീരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ പണം കൊള്ള ചെയ്ത ആളുകളെ ചരിത്രത്തിന്റെ മുമ്പിൽ ഒരിക്കലും പൊതുസമൂഹം മാപ്പ് കൊടുക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് എന്ന് തന്നെ വേണം കരുതാൻ. അതാണ് ശനിയാഴ്ച വരുന്ന ഫലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്.